എല്ലാ കൊല്ലവും ഈ നഗരം വിടുമ്പോ പിറ്റേ കൊല്ലം വരെ ഇവിടെ ഉണ്ടായ അഡ്വഞ്ചേഴ്സിനെയെല്ലാം ഇവിടെ എവിടെയെങ്കിലും കളഞ്ഞിട്ട് പോകാറാണ് പതിവ്. കേരളത്തിന്റെ നമ്പർ 1 FM ക്ലബ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ് കൂടെ റീനു. പക്ഷേ ഇത്തവണ I'll miss you. ഇനി ഞാൻ വരുമ്പോൾ ഒരു നിമിത്തം പോലെ നമ്മൾ വീണ്ടും കാണുകയാണെങ്കിൽ പിന്നങ്ങോട്ട് എന്റെ ഒപ്പം ഉണ്ടായിരിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഇനിയും ഒരിക്കൽ കൂടി കണ്ടുമുട്ടിയാൽ നീ അങ്ങോട്ട് എന്റെ കൂടെ ഉണ്ടാവുമെന്ന്. ചിലപ്പോഴെങ്കിലും ഒക്കെ പ്രണയത്തിൽ നിന്ന് ഓടിയകലാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. പ്രണയത്തിലാകല്ലേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പ്രണയം മനസ്സിലായാലും മനസ്സിലായതായി ഭാവിക്കാതെ നമ്മൾ നടക്കാറുണ്ട്. വേറെ ഒന്നുകൊണ്ടുമല്ല, പേടിയാ. ഇയാൾക്ക് ഞാൻ എന്നെ തന്നെ കൊടുത്ത നാളെ എനിക്ക് ഇയാൾ ഇല്ലാതായ എങ്ങനെ ജീവിക്കുമെന്ന പേടി. പിന്നെ പ്രണയം എന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയം എന്നേക്കുമായി അയാൾക്ക് കൈമാറുകയല്ലേ, കീഴടങ്ങുകയല്ലേ. അതും ഒരു പേടിയാ. പ്രണയത്തെക്കുറിച്ച് എത്രയധികം സംസാരിക്കുന്ന ഒരാളായാലും ഞാനായാലും ഈ പേടി എപ്പോഴും ഉണ്ട്. കേട്ടുകൊണ്ടിരിക്കുക ലവ് എഫ്എമ്മിൽ ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. അവളെന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുള്ളൂ. മനസ്സിൽ നിറങ്ങിപ്പോവാതെ വല്ലാതെ പിന്തുടരുന്നു. പ്രണയം നിറഞ്ഞ മനോഹരമായ പ്രണയ ഗാനങ്ങൾ നിറഞ്ഞ ലവ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ് കൂടെ റീനു. എപ്പോഴത്തെയും പോലെ ഒരു അറേബ്യൻ ഹോളിഡേയിൽ തുടങ്ങി അതേ ഹോളിഡേയിൽ തീരുന്ന കൗതുകം അത്രേ കരുതിയിരുന്നുള്ളൂ. പക്ഷെ ഇത്തവണത്തെ അവധിക്കാലത്തിന് വല്ലാത്ത നീളക്കൂടുതൽ. അവസാനിക്കില്ല എന്ന് തോന്നത്ര നീളക്കൂടുതൽ. പ്രണയത്തിലായി കഴിയുമ്പോൾ ഞാനും നിങ്ങളും ഒക്കെ നേരിടുന്ന ഒരു പ്രശ്നം. ചിലരൊക്കെ ഇങ്ങനെയാ, ഒരു തമാശയ്ക്ക് ഒരു കൗതുകത്തിന് വേണ്ടി പ്രണയത്തിലാകും. എങ്ങോട്ടാ പോകുന്നതെന്നൊന്നും അറിയില്ല. എന്നാ ഇയാളെ മനസ്സിൽ നിന്ന് പറിച്ചെറിയണമെന്ന് തോന്നുമ്പോൾ മനസ്സിലാകും സാധിക്കില്ല. അയാൾ അവിടെ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഉറച്ചിരിക്കുകയാണ്. അന്ന് മനസ്സിലാവും പ്രണയം എന്താണ്, അതിന്റെ തീവ്രത എന്താണെന്ന്. ദിസ് ഇസ് ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് എഫ്എം വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. നമ്മൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടുകളെ കുറിച്ച് സംസാരിച്ചു. നമ്മുടെ ഫ്ലാഷ് ബാക്കുകളെ കുറിച്ച് സംസാരിച്ചു. ഇതുവരെ സംസാരിച്ചിട്ടില്ലാത്ത ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ നമുക്ക് എപ്പോഴാ ഒന്ന് കാണാൻ പറ്റുക? ദിസ് ഇസ് ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് എഫ്എം വിത്ത് റീനു. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം നാളെ വൈകിട്ട് 5 മണിക്ക് എംപേ ടവറിൽ ഫോർ എ കോഫി. ദ ബെസ്റ്റ് കോഫി ഇൻ ദ വേൾഡ്. ഒത്തിരി പേരുണ്ട് ഒരാളെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ഒരു പ്രണയം എങ്ങനെ തുറന്നു പറയണം. ആത്മാർത്ഥ പ്രണയങ്ങളായിരിക്കും, എന്നാലും പറയാൻ പേടിച്ചിങ്ങനെ നടക്കുന്നത്. കാസനോവയെ കണ്ടില്ലേ? പ്രണയം അറിയാൻ, അത് അറിയിക്കാൻ ഒരു മടിയില്ല. പക്ഷെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ ആവണ്ടേ? ഇഷ്ടപ്പെടുന്ന ആ ആളോട് പ്രണയം തുറന്നു പറയാൻ നമുക്ക് കഴിയണ്ടേ? അല്ലാതെ അതിങ്ങനെ പേടിച്ച് ഒളിച്ചു വെച്ച് എന്നേക്കുമായി നഷ്ടപ്പെടുത്താവോ? ഈ ഒരു ചോദ്യത്തോടെ ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ we are moving on to the next song. Stay tuned for a ton Kanakana romance. You are listening to Kerala's number 1 FM, Club FM. This is Love Bites with Renu. അറിഞ്ഞോ അറിയാതെയോ ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മളും ഈ ഒരു സിറ്റുവേഷനിൽ എത്താറുണ്ട്. പറയണം എന്ന് ഒരുപാട് ആഗ്രഹിക്കും. മനസ്സിനുള്ളിൽ അറിയാം ഇവനാണ് ഇവളാണ് ഞാൻ പ്രണയിക്കുന്ന ആളെന്ന്. പക്ഷെ കാത്തുവെച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പറയാതെ മറ്റൊരാൾ അയാളെ സ്വന്തമാക്കിയിട്ടുണ്ട്. പിന്നീട് വിദൂരതയിലേക്ക് നോക്കി എത്രയോ തവണ ഞാൻ നിന്നെ പ്രണയിച്ചിരുന്നു എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? പ്രണയിക്കുന്നുണ്ടെങ്കിൽ
ഇഷ്ടമാണെങ്കിൽ അത് തുറന്നു പറയണം, ഇപ്പോ ഈ നിമിഷത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് റീനു ഇസ് സൈനിങ് ഓഫ് ഫ്രം ക്ലബ് FM's ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.